ഇന്നത്തെ നമ്മുടെ വേദഭാഗം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനും അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നിയമം പാലിക്കേണ്ടതിനു വേണ്ടി അച്ചടക്കം നിവർത്തിക്കേണ്ടതിനായി സാധാരണ നിയമപാലകർ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയുണ്ട്. ദ ലോ ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെയും ശിക്ഷയുടെയും പ്രമാണം. സാധാരണ ഇത് തന്നെയാണ് നമ്മുടെ ഭവനങ്ങളിലും സാധാരണ ചെയ്യാറുള്ളത്. കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതിനായിട്ട്, അവരനുസരണം പഠിപ്പിക്കേണ്ടതിനായിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവർ ചെയ്യേണ്ടതിനായിട്ട് ഇതേ നിയമം തന്നെയാണ് അവർക്ക് നാം നൽകുന്നത്. വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോകാം. പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഈ വീട്ടിനകത്തായിരിക്കും. ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ആൻസർ കേട്ട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. എപ്പോഴും ഈ നിലയിൽ നിയമത്തെ നിവർത്തിക്കുന്ന ഒരു മനോഭാവമാണ് നിയമത്തിന് മുമ്പിൽ സാർവത്രികമായുള്ളത്. അങ്ങനെ ഇസ്രായേലിന് ദൈവം നിയമം കൊടുത്തപ്പോൾ ഇതേ നിലയിലുള്ള ഒരു അനുവർത്തന നിയമം ആയിരുന്നു അവർക്ക് നൽകിയത്. ദൈവം അവർക്ക് നിയമം നൽകിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഇഫ് യു ഒബേ, നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. അല്ല, നിങ്ങൾ അനുസരിക്കാത്ത പക്ഷം നിങ്ങൾക്കതിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കാണുന്ന അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ആ നിയമം ഇതുതന്നെയാണ്. 28-ാം അധ്യായത്തിൽ വിശദമായിട്ട് അനുഗ്രഹത്തിൻ്റെ പട്ടിക പറയുന്നു. എൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ മാവ്, നിങ്ങളുടെ കലത്തിലെ മാവ് കുറയുകയില്ല, നിങ്ങളുടെ കന്നുകാലികൾ വർദ്ധിച്ചു വരും, നിങ്ങളുടെ കൃഷി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ദേശത്തിന് മഴ ലഭിക്കും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ശത്രുക്കൾ നിനക്ക് നേരെ വരും, എന്നാൽ 7 പിരിഞ്ഞു പോകും. എല്ലാ നിലയിലും അനുസരിക്കുന്ന പക്ഷം വാട്ട് ദി ഗെറ്റ്, അവർക്ക് എന്ത് കിട്ടും? മറുവശത്ത് അനുസരിക്കാത്ത പക്ഷം ശാപമാവും, തക്ക സമയത്ത് മഴ പെയ്യുകയില്ല, കന്നുകാലിക്കൂട്ടങ്ങൾ ചത്തുപോകും, എല്ലാ രീതിയിലും പരാജയം സംഭവിക്കും, നീ നിൻ്റെ ശത്രു നേരെ പോകും, നീ 7 പിരിഞ്ഞ് ഓടിപ്പോകും. 2 വിധത്തിൽ ഇസ്രായേൽ മക്കൾ നൽകിയ നിയമത്തിൽ 2 നിലയിലുള്ള ഒരു ഭാഗത്ത് പ്രോത്സാഹനവും മറ്റു ഭാഗത്ത് മുന്നറിയിപ്പും. ഈ നിലയിലാണ് ഇസ്രായേൽ മക്കൾ അനുസരണത്തിനായിട്ട് ദൈവം അവരെ സജ്ജമാക്കിയിരുന്നത്. അവരനുസരിക്കുന്ന പക്ഷം അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീക്ഷ, പ്രതിഫലം അവർക്കുണ്ടായിരുന്നു. മറുഭാഗത്ത് അവർ തെറ്റിയുന്നെങ്കിൽ, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും, ശിക്ഷയുണ്ടാകും, അവർ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. ഈ നിലയിലാണ് ദൈവവചനത്തെ അനുസരിപ്പാനായിട്ട് അവർ മനസ്സ് വെച്ചത്. എന്നാൽ ഇത് പഴയ നിയമ കാലഘട്ടത്തെ ഒരു കാര്യമായിട്ട് മാത്രമല്ല, നാം ഇന്ന് പുതിയ നിയമ വിശ്വാസികളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നാം പഠിച്ചാൽ പുതിയ നിയമവിശ്വാസികളും പഴയ നിയമത്തിൻ്റെ മനോഭാവത്തിൽ തന്നെ കർത്താവിനെ അനുസരിക്കുന്നതായിട്ടാണ് നാം പൊതുവായിട്ട് കാണുന്നൊരു കാര്യം. സാധാരണ ചിന്തിക്കുന്ന കാര്യം, ഞായറാഴ്ച ആരാധന നഷ്ടമാക്കരുത്, അങ്ങനെയാണെങ്കിൽ അതിന് കുഴപ്പമുണ്ടാകും, കർത്താവിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ആശുപത്രി കൊടുക്കേണ്ടി വരും, കർത്താവിൻ്റെ വചനം അനുസരിക്കണം, അനുസരിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ മറ്റു കുഴപ്പങ്ങളുണ്ടാകും, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരാജയങ്ങളുണ്ടാകും, ദൈവഹിതപ്രകാരം മാത്രം ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് പ്രത്യാഘാതമുണ്ടാകും. ഈ നിലയിൽ ഉള്ള ഭയം, ശിക്ഷാഭയം, ദോഷഭയം, അതിൽ നിന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രതിഫല ഇച്ഛയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിന് കൊടുത്താൽ 100 മടങ്ങ് നമുക്ക് തിരികെ കിട്ടും. ദൈവരാജ്യം അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കേണ്ടതൊക്കെയും നമുക്ക് കിട്ടും, ധാരാളമായി ലഭിക്കും. ദൈവത്തെ ബഹുമാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും, വിശ്വസിച്ചാൽ കാര്യങ്ങൾ സഫലമാകും, പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് മാത്രമല്ല, ഒടുവിൽ ഇപ്പോഴത്തെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, ഒടുവിൽ സ്വർഗത്തിൽ പോകുവാനും ഇടയായിത്തീരും. മറുഭാഗത്ത് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ
ഇപ്പോഴത്തെ ജീവിതവും പരാജയപ്പെടും, ഒടുവിൽ നരകത്തിൽ ചെന്ന് പെടുവാനും ഇടയായിത്തീരും. ഈ നിലയിലുള്ള ഒരു മനോഭാവത്തിൽ പുതിയ നിയമവിശ്വാസികൾ പോലും ജീവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. കാരണം പുതിയ നിയമ ജീവിതത്തിൻ്റെ അന്തസത്ത, ഉടമ്പടി എന്താണെന്ന് ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് വേറൊരു നിലയിൽ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയും പിതാവിനെ എങ്ങനെ സേവിക്കണമെന്ന് വെളിപ്പെടുത്തിയുമാണ് വന്നത്. കർത്താവ് ലോകത്തിലേക്ക് വന്നത് തന്നെയും സ്നേഹത്തിൽ നിന്നാണ്. ലവ് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൽ. അതോടൊപ്പം തന്നെ ഒരുപോലെ തന്നെ സത്യമായിരിക്കുന്ന കാര്യം, ലവ് ഫോർ ഹിസ് ഫാദർ, തൻ്റെ പിതാവിന് വേണ്ടിയുള്ള സ്നേഹത്തിൽ. ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൽ താൻ തെളിയിച്ചുകൊണ്ടിരുന്നതാണ്. താനും പിതാവും തമ്മിലുള്ള ബന്ധം, കൂട്ടായ്മ, സ്നേഹം, താൻ ചെയ്യുന്നതെല്ലാം ആ സ്നേഹത്തിലാണെന്ന് തെളിയിച്ചു. അതേ മനോഭാവം തന്നെ പൗലോസ് പറയുന്ന നാം മുമ്പേ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു വന്നു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവന് വേണ്ടി ജീവിക്കണമെന്ന് നിങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ തൻ കാൽവറിയിൽ കാണും. തൻ്റെ ജീവിതത്തെ വീണ്ടെടുത്ത സ്നേഹം, ദൂരസ്ഥനായിരുന്ന, ശത്രുവായിരുന്ന, കർത്താവിൻ്റെ നാമത്തിന് വിരോധമായി ജീവിച്ചിരുന്ന തൻ്റെ തേടിയെത്തിയ സ്നേഹം, കാൽവറിയിൽ പ്രദർശിപ്പിച്ച സ്നേഹം. ഈ സ്നേഹം കണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം തന്നെ അതിന് മറുവിലയായി നൽകുകയും താൻ കണ്ടെത്തുകയാണ്. ദർ ഇസ് ഓൺലി വൺ റീസൺ ടു ലീവ് ഫർദർ. ഇനി മുമ്പോട്ട് ജീവിക്കുവാനായിട്ടുള്ള കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹത്തിന് എൻ്റെ ജീവിതത്തെ നൽകണം. ആ വലിയ കാരണത്താലാണ് തൻ്റെ ജീവിതം ഭരിക്കപ്പെട്ട് താൻ ജീവിച്ചതും വായിക്കുന്നു. മുമ്പോട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ കാരണമായി തീർന്നതും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ കൺസ്ട്രെയിൻ ഓഫ് ലവ്, ആ സ്നേഹത്തിൻ്റെ നിർബന്ധത്തിന് മാത്രമേ നമ്മളെ തുടർമാനമായി ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ വെല്ലുവിളികളുടെ മുമ്പിൽ ജീവിതത്തിൽ ഒടുവരെയും നമ്മളെ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. മറ്റ് എന്തൊരു ഉദ്ദേശലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും nothing is enough to go all the way in the Lord's way. കർത്താവിൻ്റെ വഴിയിൽ അങ്ങോളം പോകുവാനായിട്ട് മറ്റൊരു പ്രചോദനവും മറ്റൊരു ഉദ്ദേശത്തിനും നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് കഴിയില്ല. ജീവിതത്തിൻ്റെ വഴിയിൽ മുമ്പോട്ട് പോകുമ്പോൾ കഠിനമായിട്ടുള്ള ശോധനയിലും വലിയ വെല്ലുവിളികളുടെയും നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രം നമ്മളെ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതാണ് പൗലോസിൻ്റെയും പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്നത്. യെസ്, ലവ് ടു ബി ദ മോട്ടീവ് ആൻഡ് കൺസ്ട്രെയിൻ ടു ഗോ ദ ലോർഡ്സ് വേ. കർത്താവിൻ്റെ വഴിയിൽ പോകുവാനായിട്ടുള്ള ഹൃദയത്തിൻ്റെ പ്രചോദനം, ഉദ്ദേശം ആ സ്നേഹം തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. മദർ തെരേസയുടെ അടുത്ത് ഒരു പത്രപ്രവർത്തകൻ വന്ന് മദറിനോട് പറഞ്ഞൊരു കാര്യം, നീ ചെയ്യുന്ന കാര്യം, നീ എത്രയധികം പണം എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കത് ജീവനായിട്ട് കഴിയില്ല. നോ മണി കുഡ് മേക്ക് മീ ഡു ദ തിങ്സ് യു ഡു. നീ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പണമുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. തെരേസ അതിന് മറുപടി പറഞ്ഞത്, അതെ, നീ പറഞ്ഞത് സത്യമാണ്. ഈവൻ മീ, I even cannot do the things I do, but for the love of Christ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മുഖാന്തരമല്ലാതെ മറ്റൊരു കാരണത്താലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അതെ, ആ സ്നേഹത്തിന് മാത്രമേ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയി മഹത്വപൂർണ്ണമായിരിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിൽ അങ്ങയോളം കൊണ്ടുപോകാൻ കഴിയുന്ന ഏക കാര്യം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്താൽ നാം ഭരിക്കപ്പെടണം, ആ സ്നേഹത്താൽ നാം പിടിക്കപ്പെടണം. കർത്താവ് പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളൂ. നാം കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൻ്റെ കാരണം അത് മുഖാന്തരം നമുക്കെന്ത് പ്രതിഫലം കിട്ടും, അത് ചെയ്തില്ലെങ്കിൽ എന്ത് ദോഷം ഭവിക്കും എന്നുള്ളത് കൊണ്ടല്ല. ഇഫ് യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളൂ. പത്രോസിനോട് പറഞ്ഞു, നീ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ? ആ സ്നേഹം ചോദിച്ച ശേഷമാണ് പത്രോസിനോട് പറയുന്നത്, അങ്ങനെയെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയിക്കുക. ശുശ്രൂഷയുടെ പ്രചോദനം തന്നെയും ഉദ്ദേശം, അതിൻ്റെ പിമ്പിലുള്ള പ്രേരകം തന്നെയും സ്നേഹമായിരിക്കണം. സർവിങ് ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൽ നിന്നും സേവിക്കുക. അതെ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും, സ്നേഹത്തിൽ നിന്ന് മാത്രമേ കർത്താവിന് എന്തെങ്കിലും സ്വീകരിക്കാനായിട്ട് കഴിയൂ. ബിക്കോസ് സ്മോൾ, വലുതോ ചെറുതാണെങ്കിൽ തന്നെയും കർത്താവിനിൽ സ്വീകരിക്കാൻ കഴിയുന്നത് സ്നേഹത്തിൽ നിന്ന് മാത്രമാണ്. മറ്റൊന്നും കർത്താവിന് ആവശ്യമില്ല. A.W. ടോസർ പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലോകത്തിലെല്ലാം
അതിന് എക്സാജറേറ്റ് ചെയ്യാനായിട്ട് കഴിയും, അതിശോക്തിപരമായിട്ട് പറയുവാനായിട്ട് കഴിയും. എല്ലാ കാര്യത്തെയും അതിശോക്തിയോടെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അതിശോക്തിപരമായിട്ട് പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ വാസ്റ്റ്നെസ് ഓഫ് ഗോഡ്സ് ലവ് ഫോർ യു. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യാപ്തി, മഹത്വം. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം വാട്ട് ഇറ്റ് മെൻ ഗോഡ്. ദൈവത്തിന് അതെന്ത് വിഷീഭവിച്ചു. എത്ര ഗാഠമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണത്. നാം എത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് പിടികിട്ടത്തില്ല, എത്ര പാടിയാലും പിടികിട്ടത്തില്ല, എത്ര അതിനെക്കുറിച്ച് പ്രസംഗിച്ചാലും, എത്ര പുസ്തകങ്ങൾ എഴുതിയാലും, നാം അതിനെക്കുറിച്ച് എത്ര ധ്യാനിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം സോ ഗ്രേറ്റ് ഈസ് എ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം മഹനീയമാണ്. ആ വലിയ സ്നേഹം അതൊരിക്കലും അതിശോക്തി കലർത്താൻ കഴിയുന്ന ഒന്നല്ല, എത്ര പറഞ്ഞാലും. മറുഭാഗത്ത് വാട്ട് വി ഓ ടു ദിസ് ഗ്രേറ്റ് ലവ്, ഈ വലിയ സ്നേഹത്തിന് നാം എത്രമാത്രം കടംപെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊടുത്താലും, നാം എന്ത് ചെയ്താലും, എത്ര ത്യജിച്ചാലും, നമ്മുടെ ജീവനെ കളഞ്ഞാലും, നത്തിങ്, ഒന്നുകൊണ്ടും യേശു കർത്താവിൽ നമുക്ക് ലഭ്യമായ സ്നേഹത്തിന് പകരമായി തീരുകയില്ല. ഇത് മനസ്സിലാക്കിയ ശേഷം സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം നമ്മുടെ ജീവിതം ജീവിക്കണം. അതെ, നമ്മുടെ ജീവിതത്തിലെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ ആപ്രീസിയേഷൻ, വലിയ അഭിനന്ദനം, തൻ്റെ പുത്രനെ നൽകിയതിലും നമുക്കായി കാൽവറിയിൽ നൽകപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു വലിയ ബോധം, ഒരു വിശാല ബോധം, അഗാധബോധം, അഭിനന്ദനം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. ആ സ്നേഹത്തിൽ നിന്നും അതിനൊരു റെസ്പോൺസ്, പ്രതികരണമായിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. സ്നേഹത്തിൽ നിന്നും. അതെ, ആ സ്നേഹം നമ്മുടെ ജീവിതത്തെ ഒരു സ്നേഹത്തിൻ്റെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന ശേഷം ആ യാഗപീഠത്തിൽ നിന്നും സ്നേഹത്തിൽ നമുക്കെല്ലാം നൽകുവാനായിട്ട് കഴിയണം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ പ്രത്യേകതയായിട്ട് നാം പല കാര്യങ്ങൾ പറയാറായിട്ടുണ്ട്. വിശുദ്ധിയെക്കുറിച്ച്, മണവാട്ടിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച്, ഒരുക്കത്തെക്കുറിച്ച്, മണവാട്ടിയാക്കി തീർക്കുന്ന ഘടകങ്ങളെക്കുറിച്ച്. എന്നാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇറ്റ്സ് ലവ്, സ്നേഹമാണ്. സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്ന ഘടകം. അതെ, ആ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വരിക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ആഹ്വാനം. നിങ്ങളുടെ ജീവിതം സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലമായി തീരട്ടെ. കർത്താവ് നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പ്രതിഫലമായി നിങ്ങളുടെ ജീവിതം തീരട്ടെ. അതെ, കർത്താവിനായിട്ട് നിങ്ങളുടെ ജീവിതം നൽകിയ ശേഷം നിങ്ങളുടെ ജീവിതം തന്നെ ഈ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമാറാകട്ടെ. എന്നോട് ചേർന്ന് ഈ വലിയ ലക്ഷ്യത്തിൽ നിങ്ങളുടെ ജീവിതം തീരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഈ ഹൃദയപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സ്നേഹത്തെ അറിഞ്ഞ് ആ സ്നേഹത്തിൽ ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ യേശു ക്രിസ്തു മുഖാന്തരം ഇടയാക്കി തീർക്കുന്നു. ആമേൻ.